ഓൾ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് എബിഡി സാറാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വെദർ എന്നുള്ളത്. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വെദർ എന്നുള്ള ചാപ്റ്റർ ആണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വെദർ എന്നുള്ളത്. അപ്പോൾ വാട്ട് ഇസ് വെദർ എന്നുള്ള ഒരു കോൺസെപ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ചെറിയ കോൺസെപ്റ്റ് ആണ് വിചാരിക്കും, പക്ഷേ ഈ ഒരു ചാപ്റ്റർ ത്രൂ ഔട്ട് പോകുന്നത് ഈ ഒരു കോണ്ടന്റ് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് മനസ്സിലായില്ലെങ്കിൽ ഈ ചാപ്റ്റർ ടോട്ടൽ എന്ത് ചെയ്യും, കൺഫ്യൂസ്ഡ് ആയിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്, പക്ഷെ അത് മനസ്സിലാവാതെ പോയാൽ ആ ടോപ്പിക് മൊത്തം അല്ലെങ്കിൽ ആ ചാപ്റ്റർ മൊത്തം എന്തായിരിക്കും, കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് കാണുക. നമുക്ക് വളരെ ചെറിയൊരു ടൈം കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, വിത്തിൻ 7 minutes നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വാട്ട് ഇസ് വെദർ എന്ന് നോക്കാം. എന്താണ് വെദർ എന്ന് നോക്കാം. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് വെദർ ഇസ് ദ സ്റ്റേറ്റ് ഓഫ് ദ എർത്ത് അറ്റ്മോസ്ഫിയർ അറ്റ് എ പെർട്ടിക്കുലർ ടൈം ആൻഡ് പ്ലേസ്. വെദർ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഒരു പ്ലേസിൽ ഉണ്ടാവുന്ന സ്റ്റേറ്റിന്റെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഈ പറഞ്ഞ അറ്റ്മോസ്ഫിയറിന്റെ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെദർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ചൂടാണെങ്കിൽ അതാണ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ, അപ്പോൾ അതാണ് അവിടുത്തെ വെദർ. തണുപ്പാണെങ്കിൽ അതാണ് അറ്റ്മോസ്ഫിയറിക് സ്റ്റേറ്റ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ, അപ്പോൾ അതാണ് അവിടുത്തെ വെദർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ ഉണ്ടാവുന്ന അറ്റ്മോസ്ഫിയറിക് സ്റ്റേറ്റ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിന്റെ കണ്ടീഷനാണ്, അന്തരീക്ഷത്തിന്റെ അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെദർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എയറിന്റെ എന്താ പറയാ, ഈ പറയുന്ന ലെയേഴ്സ് ആണ് നമ്മൾ എന്ത് പറഞ്ഞത്, അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞത്. ഓക്കെ, അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എയറിന്റെ ലെയേഴ്സ് ആണ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും എന്താണ് വെദർ എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് അതിന്റെ ഡെഫിനേഷൻ കിട്ടി അല്ലെ. എന്താണ്, അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ ഓഫ് ദ പ്ലേസ് അറ്റ് എ പെർട്ടിക്കുലർ ടൈം അല്ലെ. ഒരു പ്ലേസിലെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്, വെദർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കാനുള്ളത് വെദറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എലമെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം എലമെന്റ്സ് ഓഫ് വെദർ. വെദറിന്റെ എലമെന്റ്സ് എന്തൊക്കെയാണ്, അത് തന്നെയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്സ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് വൺ ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ഹൗ ഹോട്ട് ഓർ കോൾഡ് ദ അറ്റ്മോസ്ഫിയർ ഇസ്. നമ്മളിവിടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ എത്ര ചൂടാണ് അല്ലെങ്കിൽ എത്ര തണുപ്പാണ് എന്നുള്ള ബേസ് ചെയ്തിട്ടാണ് ടെമ്പറേച്ചർ ഒന്ന്. ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ ഹൈ എന്തായിരിക്കും, ചൂടായിരിക്കും. ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ അവിടെ ചൂട് കുറവായിരിക്കും, അപ്പോൾ തണുപ്പിനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ ടെമ്പറേച്ചർ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ പറയുന്ന വെദറിന്റെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന. അത് ഏറ്റവും നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. ഇപ്പോൾ ഏറ്റവും എലിവേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിലേക്ക് പോകും തോറും ടെമ്പറേച്ചർ എന്തായിരിക്കും, ഡിക്രീസ് ചെയ്ത് വരും. ഓക്കെ, ഉയരം കൂടുന്തോറും ഈ പറഞ്ഞ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം, ടെമ്പറേച്ചറിലും മാറ്റം വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വൺ ആണ് പ്രസിപിറ്റേഷൻ. പ്രസിപിറ്റേഷൻ എന്ന് പറയുമ്പോൾ വർഷണം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. പ്രസിപിറ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഈ പറയുന്ന വാട്ടർ, ഈ സ്കൈയിൽ നിന്നും എങ്ങനെയൊക്കെയാണോ വാട്ടർ വരുന്നത്, ഇപ്പൊ മേ ബി റെയിൻ ആയിട്ടായിരിക്കാം, റെയിൻഫോൾ ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നത് സ്നോ ആയിരിക്കാം, അല്ലെങ്കിൽ സ്ലീറ്റ് ആയിരിക്കാം, ഹെയിൽ സ്റ്റോൺസ് ആയിരിക്കും. ഇങ്ങനെ ഡിഫറെന്റ് മെത്തേഡിലായിരിക്കും ഈ പറയുന്ന സ്കൈയിൽ നിന്നും എന്ത് വരാം, വാട്ടർ ഡ്രോപ്സ് നമ്മുടെ എർത്തിലേക്ക് വരാം. അപ്പോൾ എനി ഫോം ഓഫ് വാട്ടർ, റെയിൻസ്, സ്നോ, സ്റ്റീൽ ഓർ സ്ലീറ്റ് ഓർ ഹെയിൽ ദാറ്റ് ഫാൾസ് ഫ്രം ദ സ്കൈ. സ്കൈയിൽ നിന്നും ഫാൾ ചെയ്യുന്ന ഏതൊരു ഫോമിലും ആവാം. ഈ പറഞ്ഞ വെള്ളം മഴയുടെ രൂപത്തിലാവാം, സ്നോയുടെ രൂപത്തിലാവാം, അല്ലെങ്കിൽ ആലിപ്പഴത്തിന്റെ രൂപത്തിലാവാം, എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഭൂമിയിലേക്ക് പതിക്കാം. അതിനാണ് നമ്മൾ പ്രസിപിറ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുമ്പോൾ ദ വെയിറ്റ് ഓഫ് എയർ അബോവ് us felt on earth surface. എർത്ത് സർഫേസിന് ഫീൽ ചെയ്യുന്ന എയറിന്റെ വെയിറ്റ് ആണ്. മക്കൾ ചോദിക്കും എയറിനും വെയിറ്റ് ഉണ്ടോ സാറേ, എയറിനും വെയിറ്റ് ഉണ്ട്. അപ്പോൾ എയറിന്റെ വെയിറ്റ് ആണ്, ദ വെയിറ്റ് ഓഫ് എയർ ആണ് നമ്മൾ എന്ത് പറയുന്നത്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, AP അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുമ്പോൾ ദ വെയിറ്റ് ഓഫ് എയർ ആട്ടോ. ഓക്കെ, അപ്പോൾ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന എന്താണ് നമ്മുടെ ഉപരിതലത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന എയറിന്റെ വെയിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ദെൻ വിൻഡ് എന്ന് പറയുമ്പോൾ ദ മൂവ്മെന്റ് ഓഫ് എയർ ഇൻക്ലൂഡിങ് സ്പീഡ് ആൻഡ് ഡയറക്ഷൻ. വിൻഡ് എന്ന് പറയുന്നത് എയറിന്റെ മൂവ്മെന്റ് ആണോ, എയറിന്റെ മൂവ്മെന്റ് ആണ്. ഇപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എന്തുണ്ട്, എയർ ഉണ്ട്. ഓക്കെ, എയറിന്റെ ലേയേഴ്സ് ആണ് നമ്മൾ ഈ പറഞ്ഞ എന്ത്, ഒബ്വിയസ്ലി നമ്മൾ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഫുൾ എയർ ആണുള്ളത്. ഓക്കെ, ഈ എയർ മൂവ് ചെയ്യുന്നതാണ്. ഹൈ പ്രഷർ ഏരിയ ടു ലോ പ്രഷർ ഏരിയയിലേക്കായിരിക്കും എയർ എപ്പോഴും മൂവ് ചെയ്യുക. അപ്പോൾ എയർ മൂവ്മെന്റ് ഫ്രം ഹൈ പ്രഷർ ഏരിയ ടു ലോ പ്രഷർ ഏരിയ ആണ് നമ്മൾ എന്ത് പറയുന്നത്, വിൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ വിൻഡിൽ ഏറ്റവും പ്രധാനമായിട്ടും വിൻഡിന്റെ ഡയറക്ഷനും അതുപോലെ തന്നെ വിൻഡിന്റെ സ്പീഡും ഒക്കെ എന്ത് ചെയ്യും, ആ ഒരു എന്താ പറയുക വിൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. വിൻഡിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യാൻ ഏറ്റവും ഉപയോഗിക്കുന്നത് അതിന്റെ സ്പീഡും അതിന്റെ ഡയറക്ഷനൊക്കെയാണ്. വിൻഡിന്റെ പേരൊക്കെ വരുന്നതിന്റെ ഡയറക്ഷൻ അനുസരിച്ചാണ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എയർ എന്താ പറയുക, മൂവ്മെന്റ് ഓഫ് ദ എയർ ആണ് നമ്മൾ എന്ത് പറയുന്നത്, വിൻഡ് എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന നമ്മുടെ വായുവിന്റെ ചലനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എയർ അല്ലെങ്കിൽ വിൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, വിൻഡ് എന്ന് പറയുന്നത് കാറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഇവിടെ കാറ്റ്, ഇവിടെ വായു ഉണ്ട്. സാർ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ഫോഴ്സ് കൊടുക്കും. സാറ് ഊതാ എന്ന് പറഞ്ഞൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇവിടെ എയർ എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ലൈക്ക് ഇങ്ങനെ ഒരു ഏരിയയിൽ നിന്ന് മറ്റൊരു ഏരിയയിലേക്ക് എന്ത് ചെയ്യും, എയർ മൂവ് ചെയ്യും. അതിനാണ് നമ്മൾ വിൻഡ് എന്ന് പറയുന്നത്. ദെൻ ദ ലാസ്റ്റ് വൺ ഹ്യൂമിഡിറ്റി ആണ്. നമുക്ക്
കാണാൻ പറ്റുന്നത്. ഹ്യൂമിഡിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ കണ്ടന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അപ്പം ദ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ഇൻ ദ എയർ എന്നുള്ളതാണ്. നമ്മുടെ എയറിലുള്ള വാട്ടർ വേപ്പറിന്റെ എമൗണ്ടിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. എസ്പെഷ്യലി നമ്മുടെ സീൻ അല്ലെങ്കിൽ ഓഷൻസിന്റെ ഒക്കെ മുകളിലൂടെ കാറ്റ് വീശും അല്ലെങ്കിൽ വിൻഡ് മൂവ് ചെയ്യും. നമ്മുടെ എയർ വൺ പ്ലേസ് ടു അനദർ പ്ലേസിലേക്ക് മൂവ് ചെയ്യുന്നു. ഹൈ പ്രഷർ ഏരിയ ടു ലോ പ്രഷർ ഏരിയയിലേക്ക് വിൻഡ് മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എയർ മൂവ് ചെയ്യുമ്പോൾ അവിടെ കാരേജ് ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ പറഞ്ഞ വാട്ടർ കണ്ടന്റ് നമുക്ക് കാണാൻ പറ്റും, വാട്ടർ വേപ്പർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ദീസ് ആർ ദ എലമെന്റ്സ് ഓഫ് വെദർ. ഓക്കെ, ഇതൊക്കെയാണ് വെദറിന്റെ എലമെന്റ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്താണ് വെദർ, എന്തൊക്കെയാണ് വെദറിന്റെ എലമെന്റ്സ്, ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എലമെന്റ്സ് കൃത്യമായിട്ട് മക്കൾ പഠിക്കുക. ടെമ്പറേച്ചർ, precipitation, atmospheric pressure, wind, അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി. ദീസ് ആർ ദ എലമെന്റ്സ് ഓഫ് വെദർ എന്ന് മക്കൾ പഠിക്കുക. അപ്പോൾ അതിന് എന്താണ് വെദർ എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് പറയാം, എന്താണ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ ഓഫ് ദ പെർട്ടിക്കുലർ സ്റ്റേറ്റ്. അതിന് എന്താ പറയുക, സ്പെസിഫിക് ടൈം എന്നുള്ള മക്കൾ എന്ത് ചെയ്താൽ മതി, സ്പെസിഫിക് പീരീഡ് എന്നുള്ള എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ബാക്കി ടോപ്പിക്കുകളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏരിയസ് ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ, ബൈ.